ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമിതവണ്ണമുള്ളവർ ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അമിതവണ്ണം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് പലരും വണ്ണം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനുവേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നവരും ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അതിനെ സംബന്ധിച്ച് ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലുകളിലൊക്കെ ഉണ്ട് താനും. പക്ഷേ വണ്ണം കുറഞ്ഞ ചിലർ വണ്ണം വെക്കാൻ അല്ലെ തൂക്കം വെക്കാൻ ആഗ്രഹിക്കുന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് വേണ്ട വീഡിയോകൾ നമ്മുടെ ചാനലുകളിൽ അധികം ആരും അങ്ങനെ ചെയ്യാറില്ല. അത് വലിയ ഈ വണ്ണം കുറഞ്ഞവർക്ക് വണ്ണം കുറഞ്ഞവർക്ക് അല്പമെങ്കിലും വണ്ണം വെക്കുക എന്നത് അവരെ സംബന്ധിച്ച് വളരെയധികം അനുഗ്രഹകരമായ ഒരു കാര്യമാണ്. ഈ വണ്ണം വെക്കാൻ വേണ്ടി പലരും പല കാര്യങ്ങളാണ് ചെയ്യുന്നത്. വണ്ണം ഇല്ലാത്തത് കൊണ്ട് അവർ പല ശാരീരികവും മാനസികവുമായ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ട്. എൻ്റെ അടുക്കൽ വരുന്ന പല വണ്ണം കുറഞ്ഞ ആൾക്കാരും അവർ പല പ്രശ്നങ്ങളാണ് പറയുന്നത്. ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അതായത് കൂടുതലും ആൾക്കാരും പുരുഷന്മാരാണ് വരുന്നത്. ചിലപ്പോൾ സ്ത്രീകൾ വരുന്നുണ്ട്. കൗമാരക്കാരും അതുപോലെ തന്നെ പ്രായം കുറഞ്ഞവരുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനകത്ത് ഈ വണ്ണം വെക്കാൻ ആവശ്യപ്പെടുന്നത്. ഈ കൗമാരക്കാരും അല്ലെങ്കിൽ ചെറുപ്പക്കാരുമൊക്കെ അവരുടെ വണ്ണത്തിലും അതുപോലെ തന്നെ അവരുടെ ബോഡി ഷേപ്പിലും അവരുടെ ബ്യൂട്ടിയിലുമൊക്കെ വളരെയധികം തൽപരരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് അവരാണ് കൂടുതലായിട്ടും ഇങ്ങനെ വണ്ണം വെക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. വണ്ണം വെക്കുവാൻ വേണ്ടി അവർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് പല മാനസിക പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഷർട്ട് ഊരാൻ അവർ ചിലപ്പോൾ വൈമുഖ്യം കാണിക്കുന്നു. ചിലപ്പോൾ മറ്റ് ഗെയിംസിൽ പങ്കെടുക്കാൻ അവർ മടി കാണിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊരു പേടി അവരുടെ മനസ്സിലുണ്ട്. പെൺകുട്ടികൾ അവരെ ഇഷ്ടപ്പെടുമോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നു. മറ്റുള്ളവർ കളിയാക്കുമോ എന്നുള്ള പേടി ചിലർക്കുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിവിധ മാനസിക പ്രശ്നങ്ങളാണ് അവർ അനുഭവിക്കുന്നത്. ഈ മാനസിക പ്രശ്നങ്ങൾ ഈ വണ്ണം കുറഞ്ഞവർക്ക് മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ അടുക്കൽ കഴിഞ്ഞ ദിവസം ഒരു അമ്മയാണ് ഒരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെയും കൊണ്ട് വന്നത്. അതിന് തീരെ വണ്ണമില്ല. അമ്മ പറയുന്നത് ഈ കൊച്ച് കഞ്ഞി വെക്കുന്ന വീട്ടിലെ ആണോ എന്ന് പോലും സംശയിച്ചു പോകുമെന്നാണ്. അപ്പോൾ ഇത് വളരെയധികം മാനസിക പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇതൊരു സാമൂഹിക പ്രശ്നമായിട്ട് തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വണ്ണം പലരും ഇതിനു വേണ്ടി പല കാര്യങ്ങളാണ് ചെയ്യുന്നത്. പല മരുന്നുകൾ അവർ പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. പല വൈദ്യശാസ്ത്ര ശാഖകളിലുള്ള മരുന്നുകളും അവർ പരീക്ഷിച്ച് നോക്കുന്നു. ഡോക്ടർമാരെ മാറി മാറി അവർ കാണുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അപകടകരമായ ഒരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പല ചെറുപ്പക്കാരും ഇതിനു വേണ്ടി ചില മരുന്നുകൾ കുത്തിവെക്കുന്നുണ്ട്. ആനബോളിക് സ്റ്റിറോയിഡ് എന്ന ഒരു മരുന്നാണ് ഇതിനു വേണ്ടി പെട്ടെന്ന് വണ്ണം വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ഡോക്ടർമാരൊക്കെ വളരെ അപൂർവമായിട്ട് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ചില കണ്ടീഷനുകളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. പല കൂട്ടുകാരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇവർ ഈ മരുന്ന് ഉപയോഗിക്കുന്നത്, മരുന്ന് കുത്തിവെക്കുന്നത്. അത് പല ജിമ്മുകളിലും ആ കുത്തിവെപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് വണ്ണം വെക്കുമെങ്കിലും വളരെയധികം അപകടകരമായ സൈഡ് എഫക്റ്റ് അല്ലെ പാർശ്വഫലങ്ങൾ ഉള്ള മരുന്നാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. പിന്നെ വണ്ണം വെക്കാൻ വേണ്ടി പലരും മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് പ്രോട്ടീൻ പൗഡർ ധാരാളമായിട്ട് വാങ്ങി കഴിക്കുന്നുണ്ട്. ഈ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ അധികമായിട്ട് ചെന്ന് കഴിഞ്ഞാലും അതും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതായത് പ്രോട്ടീൻ കൂടുതലായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ് ഈ വണ്ണം കുറഞ്ഞവർ ഇന്ന് അനുഭവിക്കുന്നത്. അപ്പോൾ ആ വണ്ണം കൂടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനെപ്പറ്റി നമ്മൾ അറിവ് നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത് അവർക്ക് വണ്ണം കുറഞ്ഞിരിക്കാൻ അല്ലെങ്കിൽ വണ്ണം അവർക്ക് കൂടാതിരിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളതാണ്. കാരണമുണ്ടെങ്കിൽ അതിന് ചികിത്സിച്ചു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും വണ്ണം വെക്കും. നമ്മുടെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരാളുടെ പൊക്കത്തിനനുസരിച്ചാണ് വണ്ണം എന്നുള്ളതാണ്. അപ്പോൾ പൊക്കത്തിന്റെ അല്ലെ സെന്റിമീറ്റർ
ഒരാളുടെ പൊക്കം സെന്റിമീറ്ററിൽ നിന്നും അയാളുടെ 100 കുറച്ച് കിട്ടുന്ന സംഖ്യയാണ് സാധാരണ അവർക്ക് വേണ്ട തൂക്കം. അതായത് 160 സെന്റിമീറ്റർ പൊക്കമുള്ള ഒരാൾക്ക് അതിൽ നിന്ന് 100 കുറച്ചാൽ കിട്ടുന്ന സംഖ്യ 60ആണ്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഏതാണ്ട് 60 കിലോ തൂക്കം കാണണം. അതാണ് സാധാരണ നമ്മൾ, വളരെ സയന്റിഫിക് അല്ല എങ്കിലും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് അതാണ്. അപ്പോൾ അതിലും തൂക്കമില്ലാത്ത ധാരാളം ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഈ തൂക്കക്കുറവിന് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നമ്മൾ ആദ്യമായിട്ട് അന്വേഷിക്കണം, ആദ്യമായിട്ട് പരിശോധിച്ച് നോക്കണം. അങ്ങനെയുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം ഈ കോവിഡ് വന്ന് പോയ സമയമാണ്. പോസ്റ്റ് കോവിഡായിട്ട് ചിലർക്ക് തൂക്കക്കുറവ് വരുന്നുണ്ട്, വണ്ണം അവർക്ക് വെക്കുന്നുണ്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ മറ്റു പല അസുഖങ്ങൾ, ചിലപ്പം രക്തക്കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ വണ്ണത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും, വണ്ണക്കുറവിൻ്റെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അനീമിയയ്ക്ക് എന്തെങ്കിലും കാരണമുണ്ടോ, ശരീരത്തിന് എന്തെങ്കിലും പൈൽസ് പോലെയുള്ള രക്തം പോക്കുള്ള എന്തെങ്കിലും അസുഖമുണ്ടോ, അവർക്ക് കൊക്കപ്പുഴുവിൻ്റെ അസുഖമുണ്ടോ. അപ്പോൾ അങ്ങനെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് നല്ലപോലെ ഉയർത്തി നിർത്തിയാൽ തന്നെ പലർക്കും വണ്ണം വെക്കുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. എന്തെങ്കിലും TB പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിന് ചികിത്സിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വണ്ണം വെക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ആഹാര കാര്യത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആഹാര കാര്യത്തിൽ നമ്മൾ വിശപ്പ് കുറവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വിശപ്പുണ്ടാകാനുള്ള മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. വിശപ്പുണ്ടാകാനുള്ള മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ആഹാരം കഴിക്കാൻ തോന്നും, വിശപ്പ് കൂടുതലുണ്ടാവും. അപ്പോൾ കൂടുതൽ ആഹാരം കഴിക്കും. കൂടുതൽ ആഹാരം നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിയുമ്പോൾ അത് നമ്മുടെ കൊഴുപ്പായിട്ട് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ സൂക്ഷിച്ചു വെക്കും. അപ്പോൾ അവർക്ക് വണ്ണം വെക്കാനും തൂക്കം വെക്കുവാനും അതൊരു പ്രയോജനം കിട്ടും. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ കഴിക്കുന്നതിനേക്കാൾ അല്പം കൂടുതൽ ആഹാരം കഴിക്കുക എന്നുള്ളതാണ്. അതായത് മോർ ഫുഡ്. ഈ പുരുഷന്മാരാണ് ഈ വണ്ണം വെക്കാൻ വേണ്ടി കൂടുതലും വരുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഈ പുരുഷന്മാർക്ക് തീർച്ചയായിട്ടും കൂടുതൽ ആഹാരം വേണം. സാധാരണഗതിയിൽ ഒരു പുരുഷനും സ്ത്രീയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുരുഷന് കൂടുതൽ ആഹാരം വേണം. കാരണം പുരുഷൻ്റെ ബേസൽ മെറ്റബോളിക് റേറ്റ് സ്ത്രീയുടെക്കാട്ടിൽ കൂടുതലാണ്. അപ്പോൾ സാധാരണഗതിയിൽ തന്നെ അവർ കൂടുതൽ ആഹാരം കഴിക്കണം. പിന്നെ വണ്ണം വെക്കണമെങ്കിൽ അതിലും അല്പം കൂടി കൂടുതലായിട്ട് ആഹാരം കഴിക്കണം. ആഹാരം കഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി നോക്കണം. അതായത് ക്വാണ്ടിറ്റിയാണ്, അതായത് അളവിനെ സൂചിപ്പിക്കുന്നത്. ക്വാളിറ്റി നോക്കണം, അതായത് നല്ല ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കണം. നമ്മൾ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ അവർ ഉൾപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രോട്ടീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മസിലിൻ്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ഈ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം നമുക്ക് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ലഭ്യമാണ്. മുട്ട ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ മാംസം ഏറ്റവും നല്ലതാണ്. എല്ലാ ബീഫ്, മട്ടന്, പോർക്ക് തുടങ്ങിയ മാംസം, അതിനകത്തൊക്കെ പ്രോട്ടീൻ ധാരാളമുണ്ട്. ഹീമോഗ്ലോബിൻ കൂടുതൽ ഉണ്ടാകുവാനുള്ള ഹീം അതിനകത്ത് ധാരാളമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പാൽ ഉൽപ്പന്നങ്ങൾ ഏറ്റവും നല്ലതാണ്, പാല് നല്ലതാണ്. ഇങ്ങനെയുള്ള ഫിഷ് നല്ലതാണ്, മത്സ്യങ്ങൾ ഏറ്റവും നല്ലതാണ്. ഇവയിലൊക്കെ പ്രോട്ടീൻ കൂടുതലുണ്ട്. പിന്നെ ചില വെജിറ്റബിൾ പ്രോട്ടീൻസ് ഉണ്ട് വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക്. അതായത് ബീൻസ്, അച്ചിങ്ങാപ്പയർ തുടങ്ങിയ പയറുവർഗ്ഗങ്ങളിൽ പ്രോട്ടീൻ ധാരാളമുണ്ട്. കൂണിനകത്ത് പ്രോട്ടീൻ ധാരാളമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുവാൻ അവർ ശ്രദ്ധിക്കണം. പിന്നെ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ കാര്യം മറ്റൊന്ന്, നമ്മൾ ഫ്രൂട്ട്സ് കൂടുതൽ കഴിക്കണം എന്നുള്ളതാണ്. അതായത് ബനാന കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് തൂക്കം വെക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. ആപ്പിളും ഏറ്റവും നല്ലതാണ്. അപ്പം ബനാന, ആപ്പിൾ തുടങ്ങിയ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് കഴിക്കണം. പിന്നെ വെള്ളം കുടിക്കുമ്പോൾ നമ്മളൊരു ചെറിയ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് വെള്ളം നമ്മൾ ആഹാരത്തിന് മുമ്പ് കഴിക്കരുത്. ആഹാരത്തിന് മുമ്പ് വെള്ളം കുടിക്കേണ്ടത് അമിതവണ്ണമുള്ളവരാണ്. അമിതവണ്ണമുള്ളവർക്ക് വണ്ണം കുറയ്ക്കുവാൻ വേണ്ടി ആണ് അത് കൂടുതൽ പ്രയോജനപ്പെടുന്നത്. അതായത് നമ്മൾ ആഹാരത്തിന് മുമ്പ് 1-2 ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് വിശപ്പ് പകുതി അടങ്ങും. അപ്പോൾ അവർ അധികം ആഹാരം കഴിക്കില്ല. അപ്പോൾ അവർ അമിതവണ്ണമുള്ളവർക്ക് അവരുടെ തൂക്കം കുറയ്ക്കുവാൻ അത് സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തൂക്കം വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആഹാരത്തിന് മുമ്പ് വെള്ളം കുടിക്കരുത്, ആഹാരത്തിനോടൊപ്പവും വെള്ളം കുടിക്കരുത്. ആഹാരം കഴിഞ്ഞ് അരമണിക്കൂറിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കാവൂ. അപ്പോൾ ആഹാര കാര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ വ്യായാമം മുടക്കരുത് എന്നുള്ളതാണ്. വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നവർ, തൂക്കം വെക്കാൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ എല്ലാ ദിവസവും വ്യായാമം ചെയ്യണം. പലരും വിചാരിക്കുന്നത് വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ വണ്ണം കുറഞ്ഞു പോകും, തൂക്കം കുറഞ്ഞു പോകും എന്നുള്ളതാണ്. അമിതവണ്ണം ഉള്ളവരൊക്കെ വ്യായാമം ചെയ്യുന്ന അവരുടെ തൂക്കം കുറയ്ക്കുവാൻ വേണ്ടിയാണ്. പക്ഷേ ഇവിടെ നമുക്ക് അവരുടെ ആരോഗ്യം സംരക്ഷിക്കുവാനും പൊതുവായുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും വണ്ണം അല്ലെ തൂക്കം കൂട്ടുവാനും വ്യായാമം സഹായിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ എയറോബിക് എക്സർസൈസ്, അതായത് വേഗതയിൽ നടപ്പ്, അല്ലെ സൈക്ലിങ്, നീന്തൽ തുടങ്ങിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള എയറോബിക് എക്സർസൈസ് നമ്മൾ തീർച്ചയായിട്ടും 45 മിനിറ്റ് ചെയ്യണം.
പിന്നെ 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് അല്ലെ വെയിറ്റ് എടുത്തുള്ള എക്സർസൈസ് അല്ലെ മസിൽ സ്ട്രെങ്തനിങ് എക്സർസൈസ് നമ്മൾ ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ മസിൽ സ്ട്രെങ്തനിങ് വ്യായാമം ചെയ്യുമ്പോൾ നമ്മളുടെ പേശികൾക്ക് വലിപ്പം വർദ്ധിക്കും. ജിമ്മിലൊക്കെ പോകുന്ന ചെറുപ്പക്കാരുടെ ശരീരം നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അവരുടെ തോളിലെയും കയ്യിലെയും നെഞ്ചിലെയും ഒക്കെ പേശികൾ ഇങ്ങനെ മെഴിച്ച് സുദൃഢമായിട്ട് വളർന്നു നിൽക്കുന്നത് നിങ്ങൾ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ മസിലിൻ്റെ വലിപ്പം കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വലിപ്പവും ശരീരത്തിൻ്റെ ഭാരവും കൂടും. അപ്പോൾ തൂക്കം വർദ്ധിപ്പിക്കുവാൻ ഏറ്റവും നല്ലൊരു വ്യായാമം നമ്മുടെ ഈ മസിൽ സ്ട്രെങ്തനിങ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് വ്യായാമമാണ്. അപ്പോൾ അതിനൊരു 10 മിനിറ്റ് നമ്മൾ ചെലവഴിക്കുക. അത് ഒന്നിരാടം ദിവസം നമ്മൾ ചെയ്താൽ ധാരാളം മതിയാവും. ഒന്നിരാടം ദിവസം ചെയ്താൽ മാത്രമേ അത് വെയിറ്റ് വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് നിരവധി പ്രയോജനങ്ങളും കിട്ടുന്നുണ്ട്. അവ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ തൂക്കം വർദ്ധിക്കണമെങ്കിൽ നമ്മൾ ഈ മസിൽ സ്ട്രെങ്തനിങ് വ്യായാമം ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. അത് ഡമ്പൽ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ വെയിറ്റ് തന്നെ ഉപയോഗിച്ചുള്ള പുഷപ്പ് ചെയ്യാം. അത് വോൾ പുഷപ്പ് ഉണ്ട്. ഇങ്ങനെ പല തരത്തിൽ നമുക്ക് ഈ വെയിറ്റ് ട്രെയിനിങ് എക്സർസൈസ് ചെയ്യാം. പിന്നെ ഈ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവരുടെ മാനസിക തലത്തിൽ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടരുത്, സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടരുത്. അവർക്ക് മനസ്സിൽ തന്നെ ഇതൊരു വലിയൊരു പ്രശ്നമൊന്നുമല്ല, ഇത് പരിഹരിക്കാവുന്നതാണ് എന്നുള്ളൊരു വിചാരം വേണം. പിന്നെ അവർ ഏറ്റവും ലൂസായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ അത് അവർക്ക് പൊതുവെ നല്ലൊരു കാര്യമാണ് ലൂസായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ അമിതമായിട്ട് വണ്ണം വെക്കാതിരിക്കുന്നതാണ് ആരോഗ്യപരമായി ഏറ്റവും നല്ലത് എന്നുകൂടി മനസ്സിലാക്കണം. എല്ലാവരും വണ്ണം കുറയ്ക്കുവാനാണ് ശ്രദ്ധിക്കുന്നത്. വണ്ണം കൂടിക്കഴിഞ്ഞാൽ അത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. പല ജീവിതശൈലി രോഗങ്ങളെയും നമ്മൾ വിളിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ അധികം വണ്ണം വെക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ അത്യാവശ്യം വണ്ണം വേണം താനും. അപ്പോൾ അത്യാവശ്യം വണ്ണം വെക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതേവരെ ചർച്ച ചെയ്ത്. പിന്നെ ഇതിന് ചില മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. ചില പുതിയ മരുന്നുകൾ ഇതിനു വേണ്ടി ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൂടാതെ നമുക്ക് ലഭിക്കില്ല. പിന്നെ അതിന് ചെറിയ സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് മാത്രമേ ഈ മരുന്നുകൾ ലഭ്യമാകുകയുള്ളൂ. അപ്പോൾ മറ്റ് കാര്യങ്ങൾ കൊണ്ട് ഒട്ടും പ്രയോജനം കിട്ടാത്തവർക്ക് ഈ മരുന്നിനെ വേണമെങ്കിൽ ആശ്രയിക്കാം. അപ്പോൾ വണ്ണം വെക്കാൻ ആഗ്രഹിക്കുന്നവർ അവർ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.